നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സംയുക്ത ആക്രമണത്തിലൂടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി അടക്കമുള്ളവരെ കൊന്നൊടുക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇറാനിലെ സ്ത്രീകളും സ്വാതന്ത്ര്യവാദികളും രംഗത്തെത്തുമ്പോൾ നമ്മുടെ കശ്മീരിൽ ഇറാന് വേണ്ടി പിരിച്ചത് കോടികൾ. കശ്മീരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഷിയ മേഖലയായ ബുഡ്ഗാം, ബാരാമുള്ള ജില്ലകളിലുള്ളവരാണ് പെരുന്നാൾ ദിനത്തിൽ വലിയ തോതിലുള്ള പിരിവ് നടത്തിയത്. ഇറാന്റെ പുനർനിർമ്മാണത്തിനായി പണവും ആഭരണങ്ങളും സംഭാവന ചെയ്ത കശ്മീർ ജനതയുടെ സ്നേഹത്തിന് ഇന്ത്യയിലെ ഇറാനിയൻ എംബസി എക്സ് പോസ്റ്റിലൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട്. സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള വൻ ജനകീയ പിരിവാണ് കശ്മീരിൽ ഇറാന് വേണ്ടി നടന്നത്. ഈദ് അൽ ഫിത്തർ ആഘോഷങ്ങൾക്ക് ശേഷമാണ് വീടുതോറും ധനസമാഹരണം നടത്തിയത്. പണത്തോടൊപ്പം സ്വർണവും വെള്ളിയും കന്നുകാലികളും പരമ്പരാഗത ചെമ്പ് പാത്രങ്ങളും വരെ ആളുകൾ സംഭാവന നൽകി. ചിലർ തങ്ങളുടെ വാഹനങ്ങളും സ്ഥലങ്ങളും വരെ സംഭാവന ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കശ്മീരിലെ ഒരു വിധവ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി 28 വർഷമായി സൂക്ഷിച്ച സ്വർണത്തിലുള്ള സമ്മാനം സംഭാവന ചെയ്തു. പല സ്ത്രീകളും അവരുടെ സ്വർണ്ണാഭരണങ്ങളും വിലപ്പെട്ട ഗാർഹിക വസ്തുക്കളും സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 31 ലക്ഷം രൂപ സമാഹരിച്ചതായും വിവരമുണ്ട്. ശ്രീനഗറിലെ മിർ ബഹ്റി പോലുള്ള പ്രദേശങ്ങളിലും ലഡാക്കിലെ കാർഗിലിലും സമാനമായ രീതിയിൽ ധനസമാഹരണം നടന്നു. പള്ളികൾ, ഹുസൈനിയകൾ എന്നിവ കേന്ദ്രീകരിച്ചും വോളണ്ടിയർമാർ സംഭാവനകൾ ശേഖരിച്ചു. ഷിയ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള സാംസ്കാരികവും മതപരവുമായ ഒത്തുചേരൽ കേന്ദ്രങ്ങളാണ് ഹുസൈനിയകൾ. പള്ളികളിൽ 5 നേരത്തെ നിസ്കാരത്തിനാണ് മുൻഗണനയെങ്കിൽ ഹുസൈനിയകളിൽ മതപരമായ പ്രസംഗങ്ങൾ, വിലാപയാത്രകൾ, ചർച്ചകൾ, സാമൂഹിക കൂടിച്ചേരലുകൾ, മൊഹറം ആചരണങ്ങൾ എന്നിവയാണ് നടക്കാറുള്ളത്. ബുദ്ഗാമിലെ മസ്ജിദ് ഇമാം സമാം പോലുള്ള പള്ളികളിൽ പ്രത്യേക കൗണ്ടറുകൾ തന്നെ ഇതിനായി സജ്ജീകരിച്ചിരുന്നു. കൃത്യമായ ആകെത്തുക ലഭ്യമല്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ ലഭിച്ചതായി പ്രാദേശിക സംഘാടകരും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം അയക്കാൻ പ്രയാസം നേരിട്ടതിനെ തുടർന്ന് താല്പര്യമുള്ളവർക്ക് ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ നേരിട്ടെത്തി സംഭാവനകൾ നൽകാനും സൗകര്യമൊരുക്കിയിരുന്നു. ഇന്ത്യയിലെ ഇറാൻ എംബസി ഈ വലിയ സഹായത്തിന് ഔദ്യോഗികമായി കശ്മീരിലെ ജനങ്ങളോടും ഇന്ത്യയോടും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദിയോടെ കശ്മീരിലെ ദയയുള്ള ജനങ്ങൾ അവരുടെ മാനുഷിക പിന്തുണയിലൂടെയും ഹൃദയംഗമായ ഐക്യദാർഢ്യത്തിലൂടെയും ഇറാനിയൻ ജനതയോടൊപ്പം നിന്നതിന് ഞങ്ങൾ ഹൃദ്യമായി നന്ദി പറയുന്നു. ഈ ദയ ഒരിക്കലും മറക്കില്ല. നന്ദി ഇന്ത്യ. 28 വർഷം മുമ്പ് മരിച്ച തന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച സ്വർണം, ഇറാനിയൻ ജനതയോടുള്ള സ്നേഹവും ഹൃദയം നിറയെ കശ്മീരിലെ ഒരു ബഹുമാനപ്പെട്ട സഹോദരി സംഭാവന ചെയ്തു. നിങ്ങളുടെ കണ്ണുനീരും നിഷ്കളങ്കമായ സ്നേഹവും ഇറാനിയൻ ജനതയ്ക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ്. അവ ഒരിക്കലും മറക്കില്ല എന്നും പോസ്റ്റിൽ പറയുന്നു. എംബസി ചിത്രങ്ങൾക്കൊപ്പം എക്സിൽ കുറിച്ചു. കശ്മീരിലെ സുന്നി മുസ്ലിങ്ങൾ സംഘടിതമായി ഈ പിരിവിൽ പങ്കെടുത്തിട്ടില്ല. എങ്കിലും പ്രാദേശികമായി വ്യക്തികൾ സഹകരിച്ചിട്ടുണ്ട്. ഇറാൻ എന്ന ഷിയ രാഷ്ട്രവുമായിട്ടുള്ള വൈകാരികവും മതപരവുമായ ആത്മബന്ധം കാരണമാണ് ഷിയ വിഭാഗം ഇതിൽ സജീവമായി മുന്നിട്ടിറങ്ങിയത്. സാധാരണയായി ഫലസ്തീൻ വിഷയത്തിലാണ് കശ്മീരിലെ സുന്നി ഷിയ വിഭാഗങ്ങൾ ഒരുപോലെ സജീവമായി ഫണ്ട് ശേഖരണവും പ്രതിഷേധങ്ങളും നടത്താറുള്ളത്. പക്ഷേ ഗാസയ്ക്ക് വേണ്ടി പോലും ഇത്രയും തുക പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കശ്മീർ താഴ്വരയിലെ മുസ്ലിം ജനസംഖ്യയുടെ വലിയ ഭൂരിപക്ഷവും സുന്നികളാണ്. ഇത് ഏകദേശം 85% മുതൽ 90% വരെ വരും. കശ്മീരിലെ മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം 10% മുതൽ 15% വരെ മാത്രമാണ് ഷിയ വിഭാഗങ്ങളുള്ളത്. കശ്മീരിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും സുന്നി വിഭാഗമാണ് ഭൂരിപക്ഷം. ബുദ്ഗാം ജില്ലയിലാണ് ഷിയ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ളത്. കൂടാതെ ശ്രീനഗറിലെ ചില ഭാഗങ്ങളിലും ബന്ദിപ്പോറ, ബാരാമുള്ള ജില്ലകളിലെ ചില ഗ്രാമങ്ങളിലും ഇവർ താമസിക്കുന്നു. ലഡാക്കിലെ കാർഗിലിൽ ഷിയ വിഭാഗത്തിനാണ് ഭൂരിപക്ഷം. ഇവിടെയും പിരിവ് നടന്നിട്ടുണ്ട്. കാർഗിലിലെ ഇമാം ഖൊമൈനി മെമ്മോറിയൽ ട്രസ്റ്റ് പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും ജനങ്ങൾ പണമായും സ്വർണമായും സഹായങ്ങൾ നൽകി. ലഡാക്കിലെ ലേ ഭാഗത്തെ അഞ്ജുമാൻ ഇമാമിയ പോലുള്ള ഷിയ സംഘടനകളും ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. കശ്മീരിൽ ചരിത്രപരമായി സുന്നി ഷിയ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇരുവരും ഐക്യത്തിലാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ പലതവണ വലിയ തോതിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഷിയാക്കളുടെ വീടുകളും ഹുസൈനിയകളും ആക്രമിക്കപ്പെട്ട സംഭവങ്ങളും ചരിത്ര രേഖകളിലുണ്ട്. 1980കളിലും 90കളിലും ചില പ്രാദേശിക സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി കശ്മീരിൽ വലിയ തോതിലുള്ള ലഹളകൾ ഈ വിഭാഗങ്ങൾക്കിടയിൽ കുറവാണ്. രാഷ്ട്രീയമായ കാരണങ്ങളാലും ഫലസ്തീൻ പോലുള്ള വിഷയങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്നതിനാലും ഇപ്പോൾ താരതമ്യേന സമാധാനപരമായ അന്തരീക്ഷമാണുള്ളത്. രാഷ്ട്രീയമായും വ്യത്യസ്തരാണ് കശ്മീരിലെ സുന്നികൾ. ഇന്ത്യയിലെ ഷിയ നേതൃത്വത്തിലെ ഒരു വിഭാഗം പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ലക്നൗ പോലുള്ള ഇടങ്ങളിൽ BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. സുന്നി വിഭാഗത്തിന് മേൽക്കൈയുള്ള കോൺഗ്രസ് പോലുള്ള പാർട്ടികളെക്കാൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ BJPക്ക് കഴിയുമെന്ന് ചില ഷിയ നേതാക്കൾ കരുതുന്നു. മുത്തലാഖ് പോലുള്ള ആചാരങ്ങൾക്കെതിരെയുള്ള BJPയുടെ നിലപാടിനെ പല ഷിയ സംഘടനകളും പിന്തുണച്ചിരുന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലും BJPക്ക് ഷിയ വോട്ടുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ കശ്മീരിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ ഷിയാക്കൾ BJPക്ക് എതിരാണ്.